ഐസ് ഐസ്. ഇന്ന് മോളെ ഐസ്ക്രീം. നമസ്കാരം സർ. റഫീഖ് സാറേ, ഒന്ന് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റുമോ? സർ, ഈ കുട്ടിയെ കാണാതായിരിക്കുക. കുട്ടി എപ്പോ മുതലാണ് കാണാതായത്? സാർ, ഡാൻസ് ക്ലാസ്സിന് പോയ കുഞ്ഞ, പിന്നെ അവളെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല സാർ. നിങ്ങളിരിക്കെ. മാഡം, പറയൂ സർ. 2 ദിവസം മുമ്പ് ഈ ഏരിയയിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതെ പോയില്ലേ? അതെ സർ, എന്റെ സ്കൂളിലെ കുട്ടിയാണ്. അന്ന് എത്ര മണിക്കാണ് ക്ലാസ് തീർന്നത്? എപ്പോഴും 5 മണിക്ക് തീരും സർ. അവരുടെ വീട് ഇതിലൂടെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ 3ാമത്തെ സ്ട്രീറ്റിലെ 4ാമത്തെ വീടാണ് സർ. ഓ, താങ്ക് യു. ക്യാരി ഓൺ. ഓക്കെ സർ. നോക്കൂ കുട്ടികളെ, തം തിൻ തദിൻ താദിൻ, തം തിൻ തദിൻ താദിൻ. ആ ഫൂട്ടേജ് ഇതിലുണ്ട് സർ. ക്യാമ്പ് 2 ഒന്ന് സൂം ചെയ്തേ. ഓക്കെ സർ. ആ കുട്ടിയല്ലേ? അതൊന്നുകൂടെ സൂം ചെയ്തേ. താങ്ക് യു സർ. പറയൂ സർ, ഞാൻ ലാബ് ടെക്നീഷ്യൻ സഞ്ജയ് കുമാറാണ്. പറയൂ. നിങ്ങൾ തന്ന ഐസ്ക്രീം സ്റ്റിക്കിൽ കാറ്റമൻ എന്ന ഡ്രഗ് മിക്സ് ചെയ്തിരിക്കുന്നു സർ. ഈ ഡ്രഗ് എടുത്തത് ആരായാലും അവർക്ക് 2 ദിവസം ബോധമുണ്ടാവില്ല സർ. താങ്ക് യു ഡോക്ടർ. പിന്നെ ഇതിന്റെ റഫീഖ്, കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഡാൻസ് സ്കൂളിനടുത്തുള്ള ആ ഏരിയയിലേക്ക് ഐസ് വിളിക്കാൻ നടക്കുന്ന എത്ര പേരുണ്ടോ അത്രയും പേരെ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണം. ഓക്കെ സർ. നിങ്ങളെല്ലാവരും ഈ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഐസ്ക്രീം വിൽക്കുന്നവരാ. 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുട്ടി നിങ്ങളുടെ ഐസ്ക്രീം കഴിച്ച് ബോധം കെട്ടി വീണിരിക്കുക. അതേ ദിവസം തന്നെ ആ കുട്ടിയെ കിഡ്നാപ്പും ചെയ്തിരിക്കുന്നത്. ഈ 14 പേരിൽ ഒരാളാണ് ആ ഐസ്ക്രീം വിറ്റത്. സ്വയം കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ കുറയും, അല്ലെങ്കിൽ എല്ലാവരെയും ഇടിച്ച് ഷേപ്പ് മാറ്റും ഞാൻ. പറടാ, കുട്ടിയോടെ പറ. അറിയില്ല സാറേ. കുട്ടിയോടെ ഐസ്ക്രീമിലാണോ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് നീയല്ല. സർ, അവരെല്ലാരും പറഞ്ഞു വിട്ടേക്കെ. എന്നതിനാ സാർ അടിക്കുന്നത്? അയാളല്ലേ തെറ്റിയത്? അയാൾ ഇവിടുത്തെ കോൺസ്റ്റബിൾ ആണാ. ഗുഡ് ജോബ്. ഓക്കെ സാർ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. വേണ്ട സർ. എത്ര പേരുണ്ട് ഗാംഗില്? ഈ ഏരിയയിൽ മാത്രമാണോ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നത്? എല്ലാ ഏരിയയിലും കിഡ്നാപ്പ് ചെയ്യുന്നുണ്ടോ? നീ മയക്കുമരുന്ന് കൊടുത്തതും എന്നിട്ട് ബോധം കെട്ട് വീണ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതും എല്ലാ CCTV ക്യാമറയിൽ ഉണ്ടോ? ആരാടാ അവൻ? സർ, അവരാരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല സർ. അവരെപ്പോഴും എന്റെ വണ്ടീന്റെ അടുത്ത് വന്ന് ഐസും കാശും തരും സർ. കാശ് മോഹിച്ചാ സർ ഇതൊക്കെ ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയില്ല സർ. താങ്ക് യു ചേട്ടാ.
മോളെ എന്താ ചേച്ചി? ബിസ്ക്കറ്റ് കഴിക്കുന്നോ? ഇന്ന ബിസ്ക്കറ്റ്. താങ്ക്സ് ചേച്ചി. പോലീസ് വരുന്നുണ്ട്, വേഗം പോകാം. ഏയ് ഇവിടെ വാടാ. ഈ ചാക്കിനുള്ളിൽ എന്തുവാ? ചവറാണ് സാർ. ഇതിൽ നിന്ന് ചോര വരുന്നേ? അത് തുറന്നേ. തുറക്കാനാ പറഞ്ഞത്. ഇല്ല സാർ. പോ പോ. എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇന്നലെയും കൂടി ഒരു കുട്ടി ഇവിടുന്ന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഇവരൊക്കെ എന്തിനാണ് 8 വയസ്സുള്ള കുട്ടികളെ മാത്രം കിഡ്നാപ്പ് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും കാരണം? അതുകൊണ്ടാ പറഞ്ഞത് നമ്മുടെ മോളെ കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ അയക്കേണ്ടെന്ന്. ഹലോ അനു, ഞാൻ നിന്നോട് നേരത്തെ തന്നെ കാര്യം പറഞ്ഞു. ഇനി ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കണ്ട. മര്യാദയ്ക്ക് സ്കൂളിലേക്ക്. കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. Is it? അനു, നീ വീട്ടിലേക്ക് വെക്കോ. സർ. മോ. എന്നാ മോളെ? താങ്ക്സ് ആന്റി. നോട്ട് Hello, ചെയ്തല്ലോ അല്ലേ? നോട്ട് ചെയ്തു മാഡം. യെസ് സർ. കുട്ടിയുടെ റിപ്പോർട്ട് വന്നോ? ആ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു സർ. കുട്ടിയെ സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ടോ? നോ സർ. അപ്പോൾ ഓർഗൻസിന് വേണ്ടിയിട്ട് ചെയ്തതാണോ? ഓർഗൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ അത് കുഞ്ഞിന്റെ ശരീരത്തിൽ ഹൃദയമില്ല സർ. ഹലോ സാറേ, ഞാൻ കുന്നംകുളത്തുനിന്ന് സംസാരിക്കുന്നത്. സാറേ, പാടത്ത് ഇവിടെ ഒരു കുട്ടി മരിച്ചു കിടപ്പുണ്ട്.
ഡെഡ് ബോഡി എത്ര മണിക്കാ കണ്ടത്? വെളുപ്പിന് 5 മണിക്ക് കണ്ടതാ സാറേ. രാത്രി 11 മണിക്ക് പാടത്തേക്ക് വെള്ളം വിടാൻ വന്നിരുന്നു. അപ്പോൾ ഡെഡ് ബോഡി ഒന്നുമില്ല. വെളുപ്പിന് 5 മണിക്ക് വെള്ളം തുറന്നിടാൻ വന്നപ്പോഴാണ് ഡെഡ് ബോഡി കണ്ടത്. ശരി, നിങ്ങൾ വെക്കലോ. അപ്പോ രാത്രി 11 മണിക്കും വെളുപ്പിന് 5 മണിക്കും ഇടയിലായിരിക്കണം കൊലയാളി ഡെഡ് ബോഡി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടത്. അതെന്തിനാ സാർ ആ നേരത്ത്? ആ സമയത്താണ് ഇവിടെ പലപ്പോഴും കറണ്ട് കട്ടാവുന്നത്. CCTV-യിൽ പെടാതെ കൊലയാളി ബുദ്ധിപൂർവ്വം നടത്തിയ ഒരു നീക്കമാണിത്. ഈ അടുത്ത പരിസരമെല്ലാം നല്ലപോലെ ഒന്ന് നിരീക്ഷിക്കണം. രാത്രി എന്തോ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ച പോലെ ഉണ്ട് സാർ. ഈ കേക്കും ഫ്രഷ് ആണ്. സർ, ഈ കൊലയാളി ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു. ഇത്രയും ക്രൂരായ രീതിയിൽ കുട്ടികളെ കൊല്ലുന്ന അവന്റെ മോട്ടീവ് എന്താണെന്ന് അറിയുന്നില്ലല്ലോ. ഇതെല്ലാം കാശിന് വേണ്ടി ചെയ്തതാണെന്ന് തോന്നുന്നു. കുട്ടികളുടെ ഹൃദയം ആരെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട്. ഹൃദയം എടുത്താൽ 6 മണിക്കൂറിനുള്ളിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണം. ട്രഫിക് സർ. സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും റീസെന്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തെന്ന് നോക്കണം. യെസ് സർ. പ്രധാനമായിട്ടും 8 വയസ്സുള്ള കുട്ടികൾക്ക്. ആ, അതുപോലെ ഈ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്ത ആൾക്കാരോട് സ്റ്റേഷനിൽ വരാൻ പറയണം. വണ്ടി എടുക്കുക. ഓക്കെ സർ. എല്ലാവരും ഇവിടെ ഒന്ന് നിന്നേ. വാ സാറേ, ഇന്നലെ പാടത്തിന്റെ സൈഡിലിരുന്ന് ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചത് യുവമാരെ കൂടിയാ. സർ ബർത്ത്ഡേ എന്റെ ആയിരുന്നു സർ. പക്ഷെ അവിടെ വെള്ളടിക്കാനുള്ള ഐഡിയ ഇവന്റേതായിരുന്നു സർ. എന്താ പറയുന്നേ സർ? ബീഡടിക്കാൻ പറഞ്ഞ ഞാനാ സർ. പക്ഷെ ഡെഡ് ബോഡിക്ക് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല സർ. സാർ, ഞങ്ങൾ കള്ളുപിടിച്ച കാര്യം വീട്ടിലറിഞ്ഞ് ഞങ്ങൾ കൊന്നുകളയും സാർ. പറയല്ലേ സാറേ. ഇന്നലെ രാത്രി ഒരു വീഡിയോ എടുത്തിരുന്നു സർ. എല്ലാം എന്റെ ഫോണിൽ തന്നെ ഉണ്ട്. വേണമെന്ന് കണ്ടു നോക്ക് സർ. ആ ഫോണിൽ തന്നെ എന്നാ സർ. വെള്ളടിച്ച് സെലിബ്രേറ്റ് ചെയ്യാം സർ. ചെല്ലടാ ഓ. താങ്ക് യു സർ. അവിടെ നിന്നേ സർ. ആ മൊബൈലിങ് എന്നേ. എന്നാ സർ. സർ, ഇത് സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂൾ വാനാ. നമസ്കാരം സാറേ. ആ 0057 വാനിന്റെ ഡ്രൈവർ ആരാണ്? 0057 വാൻ ഡ്രൈവർ രാജശേഖർ. സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നില്ലേ, അയാളാണ്. സർ സോറി സർ. ഇനി കുട്ടികളുടെ ചെയിൻ മോഷ്ടിക്കില്ല സർ. എന്താണ് ഒരു ബന്ധുള്ള ചെയിനെ പറ്റി സംസാരിക്കുന്നത്? അതെ സർ, ഞാനൊരു കുട്ടിയുടെ ചെയിൻ മോഷ്ടിച്ചു. അതുകൂടെ നിങ്ങളെ കണ്ടപ്പോൾ പേടിച്ച് ഓടി വന്നത് സർ. ക്ഷമിച്ചേക്ക് സർ, എന്നെ ഒന്നും ചെയ്യരുത്. എന്തു പറ്റി സർ? മാഡം, ഇവൻ ഈ സ്കൂളിലെ കുട്ടികളെ ചെയിൻ അടിച്ചു മാറ്റി കള്ളത്തരം കാണിക്കുന്നതിനാണ്. ആ, എനിക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒന്ന് കാണാൻ പറ്റുമോ? ഷുവർ സർ. ഏത് ഡേറ്റിലെ ഫോട്ടോസ് വേണം സർ? 13 ജൂലൈ. ഓക്കെ സർ. ഫോർവേഡ്. കുറച്ചുകൂടെ ഒന്ന് ഫോർവേഡ് ചെയ്തേ. ഓക്കെ സർ. ഫോർവേഡ്. ക്യാം 4 ഒന്ന് സൂം ചെയ്തേ. സ്കൂൾ വാൻ രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ നമ്പറിൽ പുറത്ത് ഒരു വണ്ടിയുടെ കറങ്ങുന്നുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് വണ്ടിയിൽ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ട് വണ്ടി അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്.
കേശവ, നിങ്ങൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് ഈ 2 ദിവസത്തിനുള്ളിൽ 6 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, 2 കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. അറിയോ? നിങ്ങൾ എല്ലാവരും എന്താ ചെയ്തോണ്ടിരിക്കണേ? സോറി സാർ, കുട്ടികളുടെ മരണം എന്നെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിൽഡ്രൻസ് പാർക്കിനടുത്തും എലമെന്ററി സ്കൂളിനടുത്തും പോലീസ് ഒബ്സർവേഷനിലുണ്ട്. സാർ, ഇത് ഒരാൾ മാത്രം നടത്തുന്ന ഒരു ക്രൈം അല്ല. ഇതിന് പിന്നിൽ വലിയൊരു ഗാങ് തന്നെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പോലീസ് നീതി പാലിക്കുക. 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 കേശവ, എന്ത് ചെയ്തോണ്ടിരിക്കുക അവിടെ? ഡ്യൂട്ടി നോക്കുകയാണോ അതോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ പറയുന്നത് കേക്ക് സാർ, ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കേൾക്കാനാ പറയണത്? അതില്ല സാർ, ഞാൻ പറഞ്ഞു വന്നത്. പുറത്തുള്ള ആൾക്കാരെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറയണത്. ഹോം മിനിസ്റ്റർ എന്നെ പൊരിച്ചെടുക്കാണ്. എന്താ സാർ ഇത്? ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ. ഇനി 2 ദിവസത്തിനുള്ള കിഡ്നാപ്പേഴ്സിനെ കണ്ടുപിടിച്ചില്ല നിന്നെ സസ്പെൻഡ് ചെയ്യും. യൂസ്ലെസ് ഫെല്ലോ. സാർ, സാർ, എൻ്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണ് സാറേ. എന്നെ വിട്ടേക്ക് സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.